അയക്കാത്ത പുസ്തകങ്ങൾക്കും അവാർഡ് കൊടുത്തു തുടങ്ങി നമ്മുടെ സാഹിത്യ അക്കാദമി. എം സ്വരാജ്, നിലമ്പൂരിൽ മത്സരിച്ച് തോറ്റ LDF സ്ഥാനാർത്ഥി എം സ്വരാജ്, അദ്ദേഹത്തിൻ്റെ പൂക്കളുടെ പുസ്തകം എന്ന കൃതി അവാർഡിനായിട്ട് അയച്ചിട്ടില്ല. പക്ഷേ സാഹിത്യ അക്കാദമി അതിന് അവാർഡ് കൊടുത്തു. എങ്ങനെയാണ് ഈ അയക്കാത്ത പുസ്തകത്തിന് അവാർഡ് കൊടുത്തത് എന്നാണ് മനസ്സിലാകാത്തത്. നാം വീട്ടിലെല്ലാം കണ്ടിട്ടില്ലേ, കുട്ടികൾ കരയുമ്പോൾ പണ്ട് എന്തെങ്കിലും പുസ്തകങ്ങളോ കളിപ്പാട്ടങ്ങളോ കൊടുക്കും. അതെ, കരയാതെ. ഇപ്പോൾ നാം നോക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും കുട്ടികൾ കരയുമ്പോൾ കയ്യിൽ ഫോണാണ് കൊടുക്കുന്നത്. അതെ, മൊബൈൽ ഫോൺ. പക്ഷെ നമ്മുടെ സ്വരാജ് കരഞ്ഞപ്പോൾ പിണറായി വിജയൻ കൊടുത്തതാണ് ഈ അവാർഡ്. ആ രീതിയിലേക്കാണ്. കാരണം അദ്ദേഹം ദയനീയമായി തന്നെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. നിലമ്പൂരിൻ്റെ സ്വന്തം സ്വരാജ് അതിൽ ഏറ്റവും ഞെട്ടിച്ച, സ്വരാജിനെ പോലെ ഞെട്ടിച്ചിരിക്കുന്ന സംഭവം സ്വന്തം ബൂത്തിലും സ്വന്തം പഞ്ചായത്തിലും ഉൾപ്പെടെ വലിയ രീതിയിൽ പിന്നോട്ട് പോയിട്ടുണ്ട്. ഇത്രയും CPM-ന്റെ ആ രീതിയിലുള്ള യുവജന നേതാവ് ആ രീതിയിലാണല്ലോ വലിയ ബലൂണാക്കി പെരുക്കി വെച്ചിരുന്നത്. ആ രീതിയിലായിരുന്നു CPM സ്വരാജിനെ സ്വീകരിച്ച് നിലമ്പൂരിൽ എത്തിച്ചത്. അദ്ദേഹത്തിന് ഒരു വിശേഷണവും കൂടെ കൊടുത്തിരുന്നു, വായനക്കാരൻ. നമ്മളാരും പുസ്തകമൊന്നും വായിക്കാറില്ലാത്തതുപോലെ നിലമ്പൂരിലെ ആൾക്കാരൊക്കെ ഇത്ര നിരക്ഷര കുക്ഷികളാണെന്നാണോ ഇവർ വിചാരിച്ചത്? അല്ല, ഇനി അങ്ങനെ വല്ല പ്രഖ്യാപനം പിണറായിയോട് സ്വരാജ് പറഞ്ഞിട്ടുണ്ടോന്ന്? ഞാൻ പരാജയപ്പെട്ടതിന് പിന്നാലെ ഞാൻ ഇനി വായന നിർത്താൻ പോവുകയാണ്. നീ വായന നിർത്തേണ്ട, നിനക്ക് നല്ലൊരു അവാർഡ് എന്തായാലും അതായിരിക്കും ചിലപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ പൂക്കളുടെ പുസ്തകം, അദ്ദേഹം മുഴുവൻ ചുവപ്പ് പൂക്കളല്ലേ, ചുവന്ന പൂക്കൾ, 1000 ചുവന്ന പൂക്കളുമായി സ്വരാജ് ആണോ? അതെ, പിന്നെ 1000 ചുവന്ന പൂക്കളുമായി സ്വരാജ് ട്രെയിനിൽ നിലമ്പൂരെത്തി. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട് നിലമ്പൂരാണ്. പക്ഷെ അദ്ദേഹം ട്രെയിനിൽ അവിടെ എത്തുന്നു, വലിയ സ്വീകരണങ്ങൾ നൽകുന്നു. അതിലേറ്റവും തമാശ അറിയാമല്ലോ, ഓരോ സ്റ്റേഷനിലും സ്വരാജിന് വൻ സ്വീകരണങ്ങളായിരുന്നു. ആ സ്വീകരണമേറ്റ് അദ്ദേഹം അവിടെ എത്തുന്നു. പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ വരുന്നു. അദ്ദേഹത്തിന് ഈ പരാജയം, എല്ലാവരും പരാജയപ്പെടും. പക്ഷെ സ്വന്തം ബൂത്തിൽ പോലും, ഒരു ബൂത്തിൽ എത്ര ഒരു 1000-1500 പേര് കാണും. അതെ, ആ വോട്ട് പോലും, ആ ജനങ്ങളെ പോലും സ്വാധീനിക്കാൻ കഴിവില്ലാത്തൊരു നേതാവാണല്ലോ സ്വരാജ് എന്ന് ഓർത്ത് CPM-ലെ നേതാക്കൾ ചിലപ്പോൾ പൊട്ടിക്കരയുന്നതായിരിക്കും. കാരണം മുൻകാലങ്ങളിൽ നമുക്കറിയാം, സ്വന്തം സ്ഥലങ്ങളിൽ എല്ലാ നേതാക്കളും വലിയ രീതിയിൽ ജനകീയരായിരുന്നു. അത് പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കൾ. പിണറായി വിജയൻ സ്വന്തം നാട്ടിൽ വലിയ ജനകീയനാണ്. അതോടൊപ്പം തന്നെ ഗോവിന്ദനായാലും പല നേതാക്കളും, ഗോവിന്ദനെതിരെ നാട്ടിലെ എതിർ അഭിപ്രായമുണ്ട്. പക്ഷെ പിണറായിക്ക് അങ്ങനെയില്ല. ഇപ്പോൾ ജയരാജന്മാരായാലും അവർക്കെല്ലാം സ്വന്തം നാട്ടിൽ വലിയ സ്വാധീനമാണുള്ളത്. എന്തായാലും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് വിവാദം കത്തിപ്പടരുകയാണ്. ഈ പുസ്തകം നാം ഒരു അവാർഡിന് വേണ്ടി പുസ്തകവും അതോടൊപ്പം തന്നെ അപേക്ഷയും മാത്രമാണ്. എഴുതിയ കൃതി രചിച്ച ആൾ ആരാണോ അയാളാണ് അപേക്ഷിക്കുക സാധാരണ നിലയ്ക്ക്. അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആരെങ്കിലും അത് അപേക്ഷിക്കാറുണ്ട്. പറയുന്നത് പോലെ അവാർഡിന് കൃതികൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിനൊരു പീരീഡുണ്ട്. ആ പീരീഡിനകത്ത് അത് അപേക്ഷിക്കണം. അത് ഇന്ന വർഷം ഇന്ന തീയതി മുതൽ ഇന്ന വർഷം ഇന്ന തീയതി വരെ ഇറങ്ങിയ പുസ്തകങ്ങളാണ് അപേക്ഷിക്കേണ്ടത്, പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ് അപേക്ഷിക്കേണ്ടതെന്നൊക്കെ അതിന് മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് ആരെങ്കിലും അപേക്ഷിക്കുമ്പോഴാണ് അവാർഡ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ അപേക്ഷിക്കാതെ അവാർഡ് കൊടുത്തിരിക്കുന്നു. ആ സാഹിത്യ അക്കാദമിയുടെ മഹാമനസ്കത നമ്മൾ കാണാതെ. സാഹിത്യ അക്കാദമി പറയുന്ന കുറച്ച് നാളുകളായി ഇങ്ങനെയാണ്, അപേക്ഷിക്കാത്തവർക്ക് ഞങ്ങൾ അവാർഡ് നൽകുകയാണ്. കുറച്ച് നാളുകളാണ് അത്. ചിലപ്പോൾ അതിന്റെ ഏറ്റവും തമാശ നാം നിലമ്പൂരിൽ കണ്ടിട്ടുണ്ടല്ലോ, കുറെ സാംസ്കാരിക നായകർ, കവികളും എഴുത്തുകാരും ഇറങ്ങിയിട്ടുണ്ട് CPM-നായി വോട്ട് പിടിക്കാൻ. അവർക്ക് ബാക്കി ഒരു പ്രശ്നം ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒരു 1000 വോട്ടെങ്കിലും കുറഞ്ഞത് നഷ്ടപ്പെട്ടിരിക്കും. കാരണം മാസങ്ങളായി തന്നെ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു. അതിന്റെ മുന്നിൽ ഒരു യോഗം കൂടിയിരുന്നെങ്കിൽ ഈ ജനങ്ങൾ അംഗീകരിക്കുമായിരുന്നു. ഈ സാംസ്കാരിക നായർക്ക് വേറൊരു വാക്കുണ്ടല്ലോ, അതെങ്കിലും ജനങ്ങൾ വിളിക്കാതിരിക്കുമായിരുന്നു. ഇതിപ്പോൾ ആ വിളി മാത്രമാണ് ഇപ്പോൾ മിച്ചമാകുന്നത്. സ്വരാജ് അടക്കമുള്ളവർക്ക് വേണ്ടി എന്തിനാണ് ഇത്തരം ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് എന്തായാലും മനസ്സിലാകുന്നില്ല. ഇനി ഇവർക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന് നാം പറയുമ്പോഴും ഇത്തരം അവാർഡുകൾക്ക് വേണ്ടി അത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ടല്ലോ, അപേക്ഷിക്കാത്തവർക്ക് പോലും അവാർഡ് നൽകുന്നു. അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. CPM-ന്റെ പാർട്ടി ഓഫീസിലെത്തി ഇത്തരം വോട്ടുകൾ പിടിക്കാൻ ശ്രമിച്ചാൽ മതി. അതോടൊപ്പം തന്നെ CPM-ന് അനുകൂലമായ പ്രസ്താവനകൾ ഇറക്കിയാൽ മതി. ആ രീതിയിലാണ് എന്തായാലും പോകുന്നത്. അദ്ദേഹം ഈ സാഹിത്യ അക്കാദമിയുടെ
സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ തവണ 16 പുസ്തകങ്ങളിൽ 11 അയച്ചു തരാതെയാണ് അവാർഡ് നൽകിയതെന്നും 2023 കവിതാ പുരസ്കാരം ലഭിച്ച കൽപ്പറ്റ നാരായണനും അതോടൊപ്പം തന്നെ ആത്മകഥ അദ്ദേഹം താരതമ്യം ചെയ്യുന്ന കൽപ്പറ്റ നാരായണനുമായാണ് സ്വരാജിനെ താരതമ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആത്മകഥയ്ക്ക് അവാർഡ് ലഭിച്ച കെ വേണു, അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട പലരുടെ പേരുകൾ പറയുന്നുണ്ട്. അത്തരത്തിലാണ് ഈ സ്വരാജിനെയും കൂട്ടുന്നതും. പക്ഷേ എന്തായാലും സ്വരാജ് അവസാനം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഞാൻ പണ്ട് തന്നെ നിലപാടെടുത്തിട്ടുണ്ട്, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാൻ ഒരു അവാർഡുകളും സ്വീകരിക്കില്ല, അതുപോലെ തന്നെ ഈ അവാർഡ് ഞാൻ ബഹിഷ്കരിക്കില്ല. നിലമ്പൂർ എന്നൊരു വലിയ അവാർഡ് കൊടുത്തല്ലോ ജനം, അതുകൊണ്ട് എനിക്ക് ഈ അവാർഡ് വേണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത തവണ അവാർഡ് കിട്ടാൻ പോകുന്നത് ഈ ജയരാജനായിരിക്കും, പി ജയരാജന്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടല്ലോ, കേരളത്തെ കത്തിച്ച. ചിലപ്പോ അതിന് അവാർഡ് തരാൻ കഴിയില്ലല്ലേ? ഇസ്ലാമിനെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറ്റം പറയുന്നവരെ എതിർത്ത് പറഞ്ഞവർക്ക് അവാർഡ് കൊടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. സാഹിത്യ അക്കാദമിക്ക് അതിന് ചെറിയ പ്രയാസം ഉണ്ടാകും, അതിനുള്ള സാധ്യത. പക്ഷെ പിണറായി സാഹിത്യ അക്കാദമി എന്ത് നല്ല പുസ്തകങ്ങള് അവാർഡ് കൊടുത്തിരുന്നു, എത്ര നല്ല കൃതികൾക്ക് സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൊക്കെ ഈ അക്കാദമി വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇപ്പോൾ ആ അക്കാദമിയാണ് വിളിച്ച് ആൾക്കാരെ, വഴിയെ കൂടെ പോകുന്നവരെയൊക്കെ വിളിച്ചു കയറ്റി അവാർഡ് കൊടുക്കുന്നത്. അത് അധപ്പതനമാണോ പുരോഗമനമാണോ എന്നൊക്കെ അവർ ചിന്തിക്കട്ടെ. അതോടൊപ്പം തന്നെ മറ്റൊരു ചർച്ചയുള്ള ഒരു പുസ്തകമാണ് ഈ പണ്ട് കണ്ണൂരിൽ നിന്ന് RSS വിട്ടുപോയൊരു നേതാവുണ്ടല്ലോ, സുനീഷ് മിന്നി, സുധീഷ് മിന്നി. അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സുധീഷ് മിന്നിക്കും കിട്ടും. അത് കൃത്യമായി തന്നെ ഇത് RSSൽ സുധീഷ് മിന്നി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞാൻ അഖിലേന്ത്യാ പ്രചാരകനാണ്. RSSലുള്ള പല മുതിർന്ന ആൾക്കാരോടും ഞാൻ സംസാരിച്ചു നോക്കി. അങ്ങനെ ഒരു പോസ്റ്റ് എൻ്റെ അറിവിൽ, നമ്മൾ പത്രപ്രവർത്തനമൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. ഞാൻ പിന്നെ താലൂക്ക് പ്രചാരക്, ജില്ലാ പ്രചാരക്, വിഭാഗ് പ്രചാരക്, സംഭാഗ് പ്രചാരക്, പ്രാന്ത പ്രചാരക്, ക്ഷേത്രീയ പ്രചാരക്, ഇങ്ങനെ വിവിധ പ്രചാരകന്മാരുടെ തസ്തികകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അഖിലേന്ത്യാ പ്രചാരക് എന്നൊരു തസ്തിക ഞാൻ കേട്ടിട്ടില്ല. അത് ഞാൻ പല മുതിർന്നവരോടും ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ്, സുധീഷ് മിന്നിയുടെ പ്രസംഗം കേട്ട് കാണുമല്ലേ? ഞാൻ പറഞ്ഞു, അതെ, കുഴപ്പമില്ല, സാരമില്ല, ഒന്നും പറയാനില്ല. അല്ല, അതാണ് RSSനെ കുറിച്ച് കൃത്യമായി പുസ്തകം തന്നെ. ഇദ്ദേഹത്തിനൊക്കെ എങ്ങനെ ഈ ഞാൻ ആലോചിക്കുന്നത്, ഈ അക്ഷരങ്ങളൊക്കെ എന്തൊക്കെയോ വലിയ മഹാപാപം ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇങ്ങനെ വഴങ്ങേണ്ടി വരുന്നല്ലോ എന്ന്. എന്തായാലും അദ്ദേഹത്തിനും ഒരു അവാർഡ് മണക്കുന്നുണ്ട്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതായിരുന്നല്ലോ പ്രധാന വിമർശനം. പൊതുജനത്തിന് തന്നെ അറിയാം അല്ലെ, ഈ ചില നാടകങ്ങളാണെന്നേ, അല്ല അവാർഡുകൾക്ക് വേണ്ടിയാണ് ഇത്തരം ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എത്ര ഭീകരമായിട്ടാണ് ഈ സ്വരാജിനെ വലിച്ചു കീറിയത്, VSനെതിരെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്. പക്ഷെ സ്വരാജ് അതിലൊക്കെ രോഷം കൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എറണാകുളം ജില്ലാ കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ എത്ര ഭീകരമായിട്ടാണ് ഈ സ്വരാജിനെ. സ്വരാജ് അങ്ങനെയാണ്, ഈ സമരങ്ങളിലൂടെയും ജനകീയ സമരങ്ങളിലൂടെയാണ് സ്വരാജ് വളർന്നു വന്നത്. പക്ഷെ അദ്ദേഹം ഇടക്കാലത്ത് MLA ആയതിനു ശേഷം അദ്ദേഹം നിരന്തരം ലോകകാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലോകകാര്യങ്ങൾ നോക്കി അത് വീട്ടിലിരുന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ആ പണിയെടുക്കൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തുടർച്ചയായി 2 തവണ പിണറായി സർക്കാരിന്റെ 5 വർഷത്തിനിടെ 2ാമത്തെ പരാജയമാണ് നിലവിൽ ഉണ്ടാകുന്നത്. ഇനി അടുത്തും വീണ്ടും മത്സരിച്ച് ഇനി 1 വർഷം കഴിയുമ്പോൾ അടുത്തും തെരഞ്ഞെടുപ്പായിട്ടുണ്ടാകുന്ന പരാജയം 2ാമത്തതല്ല. വാസ്തവത്തിൽ പുതുപ്പള്ളി തോറ്റു, തൃക്കാക്കരയിൽ തോറ്റു, സ്വരാജുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറയിലും ഇപ്പൊ നിലമ്പൂരും 1 വർഷം തുടർച്ചയായിട്ട് 2 പരാജയം. അടുത്തൊരു തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ടല്ലോ, ഇനി അതിലും മത്സരിക്കുമ്പോൾ അല്ലെ ഹാട്രിക് നേടാം. എന്തായാലും സ്വരാജിന് എന്തായാലും നല്ല കാലമാണ്. കാരണം നിലമ്പൂർ അവാർഡ് വാങ്ങി ഇനി വായനയിലേക്കും എഴുത്തിലേക്കും കൂടുതൽ സമയം ലഭിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.